സുബ്ഹാനല്ലാഹ്, ഇൽമിന്റെ മേഖലയിൽ അങ്ങനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. അതിനേറ്റവും മുഖ്യമായി ഉണ്ടാകേണ്ടത് ഇൽമിനെ സഹായിക്കുക എന്ന വിഷയമാണ്, മുതഅല്ലിമീങ്ങളെ വളർത്തുക എന്ന വിഷയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വങ്ങളിൽ വലിയൊരു മഹത്വമായി ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടുത്തെ ഇൽമാണ്. അത് വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ആ ഇൽമിന്റെ വിഷയം കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനി രംഗത്ത് എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ ദീന് സ്വീകരിക്കുകയും ചെയ്തത്. മദീനയിൽ വന്നപ്പോഴും മക്കയിൽ ഉണ്ടാകുമ്പോഴും അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ വരുന്ന അപരിചിതരായ ആളുകൾ അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രവിക്കുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നത്? തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഓരോന്നും അവർ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി തന്നെയാണ്. കാരണമെന്തേ? ഇതുവരെ മറ്റാരും പറഞ്ഞു തരാത്ത ഒരുപാട് വിഷയങ്ങൾ, ഭാവിയിൽ വരാനിരിക്കുന്ന വിഷയങ്ങൾ ഈ രൂപത്തിൽ പ്രവചിക്കാനും പറയാനും കഴിയുന്നത് ഒരു നബിക്ക് മാത്രമാണ്. സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ആഖിറുസ്സമാനിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ